ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. യോഹന്നാന്റെ സുവിശേഷ പഠനത്തിൽ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായമാണല്ലോ നാം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നാം പരിശോധിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി ആകുന്നു എന്ന് യേശു പറഞ്ഞ കാര്യവും വിശ്വാസികളായിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും ഈ സാക്ഷാൽ മുന്തിരിവള്ളിയിൽ കൊമ്പുകളാക്കി വെച്ചിരിക്കുന്നതിനെ കുറിച്ചുമാണ് നാം ചിന്തിച്ചു തുടങ്ങിയത്. ഈ പ്രത്യേക ഭാഗം പരിശോധിക്കുമ്പോൾ 4 കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ ഇരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു. ഒന്നാമത്, മുന്തിരിവള്ളി ആരാണ്? കൊമ്പുകൾ ആരാണ്? ദൗത്യം കൊമ്പുകളുടേത് എന്താണ്? മൂന്നാമത്, തോട്ടക്കാരൻ ആരാണ്? തോട്ടക്കാരൻ എന്ത് ചെയ്യുന്നു? ഫലം കായ്ക്കണം. മുന്തിരിവള്ളി, കൊമ്പുകൾ, തോട്ടക്കാരൻ, ഫലം. ഇതിൽ മുന്തിരിവള്ളിയെക്കുറിച്ചും കൊമ്പുകളെക്കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് തോട്ടക്കാരനെയും ഫലത്തെയും കുറിച്ചാണ് ചിന്തിക്കുവാനായിട്ടുള്ളത്. പ്രാരംഭമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്നിട്ട് തോട്ടക്കാരനെക്കുറിച്ചും ഫലത്തെക്കുറിച്ചും ചിന്തിക്കാം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആവക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഈ വാക്യങ്ങളിൽ നിന്നാണ് മുന്തിരിവള്ളിയെക്കുറിച്ചും കൊമ്പുകളെക്കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. ഈ ക്ലാസ്സിൽ നമുക്ക് തോട്ടക്കാരനെക്കുറിച്ചും ഫലത്തെക്കുറിച്ചും ചിന്തിക്കാം. മുന്തിരിവള്ളിയെ പരിചരിക്കുന്നത് തോട്ടക്കാരനാണ്. പിതാവായ ദൈവമാണ് ആ തോട്ടക്കാരൻ എന്ന് യേശു പറഞ്ഞു. അത് ശ്രദ്ധിക്കുക. 15:1 ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. കായ്ക്കാത്ത കൊമ്പിനെ നീക്കിക്കളയുന്നതും കായ്ക്കുന്ന കൊമ്പിനെ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നതും പിതാവായ ദൈവമാണ്. 15:2 എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ, അതായത് പിതാവായ ദൈവം, നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഇവിടെ യേശു പറയുന്ന പുരോഗതി പ്രത്യേകം ശ്രദ്ധിക്കണം. 15-2 വാക്യത്തിൽ കായ്ക്കാത്ത കൊമ്പിനെ കുറിച്ച് പറഞ്ഞു. നോ ഫ്രൂട്ട്, ഫലമില്ലാത്തൊരവസ്ഥയാണ്. കായ്ക്കാത്ത കൊമ്പ്, ഫലമില്ല. എന്നാൽ അതേ വാക്യത്തിൽ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ കായ്ക്കുന്ന കൊമ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫലമുണ്ട്. ഫലമില്ലാത്ത അവസ്ഥ, ഫലപ്രാപ്തിയിൽ എത്തിയ അവസ്ഥ. 5-ാം വാക്യത്തിൽ വന്നപ്പോൾ വളരെ ഫലം, മോർ ഫ്രൂട്ട് എന്ന് പറഞ്ഞു. 8-ാം വാക്യത്തിൽ വന്നപ്പോൾ വളരെ അധികം ഫലം, മച്ച് ഫ്രൂട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പുരോഗതി, ഒരു പ്രോഗ്രഷൻ നമ്മൾ ശ്രദ്ധിക്കണം. തുടക്കത്തിൽ ഫലമില്ല, പിന്നെ ഫലമുണ്ടായി, വളരെ ഫലമുണ്ടായി, വളരെ അധികം ഫലമുണ്ടായി. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നോ ഫ്രൂട്ട്, ഫ്രൂട്ട്, മോർ ഫ്രൂട്ട് ആൻഡ് മച്ച് ഫ്രൂട്ട്. ഇങ്ങനെ ഒരു പുരോഗമനം വിശ്വാസികൾക്ക് ആവശ്യമുണ്ട്. വളരെ ഫലം കായ്ക്കാൻ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് അനേകം വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ ഒരു പ്രാർത്ഥനയാണ്, നമ്മുടെ ഒരു ആഗ്രഹമാണ്. കാരണം അങ്ങനെ നമ്മൾ കായ്ക്കണം എന്ന് കൃത്യമായിട്ട് വചനത്തിൽ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പലപ്പോഴും കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ പിന്നാലെ വരുന്ന ചെത്തി വെടിപ്പാക്കൽ മിക്ക ആളുകളും സ്വാഗതം ചെയ്യുന്നില്ല. ചെത്തി വെടിപ്പാക്കണ്ട, ഫലം കായ്ച്ചാൽ മാത്രം മതി എന്ന ആഗ്രഹമാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നത്. എന്നാൽ ഫലം കായ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു ചെത്തി വെടിപ്പാക്കലുണ്ട് എന്നും കൂടി നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. തോട്ടക്കാരൻ കൊമ്പുകളെ ചെത്തി വെടിപ്പാക്കുന്നത് 2 തരത്തിലാണ്.
നിർജീവമായതും കായ്ക്കാത്തതുമായ കൊമ്പുകളെ തോട്ടക്കാരൻ വെട്ടി മാറ്റിക്കളയുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഉണങ്ങിയ കൊമ്പുകളിൽ ക്ഷുദ്രജീവികൾ വസിക്കുകയും മുന്തിരിവള്ളിയുടെ നല്ല ഭാഗങ്ങളിലേക്ക് രോഗാണുക്കൾ പടരുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് വെട്ടിക്കളയുന്നത്. നിർജീവമായി ഉണങ്ങിയതിനോട് ചേർന്നിരിക്കുന്ന പച്ചയായ കൊമ്പും കുറച്ച് വെട്ടിക്കളയും. അല്ലെങ്കിൽ മുന്തിരിവള്ളിയുടെ ജീവനും ഫലപ്രാപ്തിക്കും അത് ഭീഷണിയും തടസ്സവുമായി ഭാവിയിൽ മാറും. ചിലപ്പോൾ മുന്തിരി കുലകൾ തന്നെ കൂട്ടത്തോടെ തോട്ടക്കാരൻ വെട്ടിക്കളയും. നമുക്ക് ചിലപ്പോൾ അത് കാണുമ്പോൾ അത്ഭുതം തോന്നും. എന്താ അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, ബാക്കിയുള്ള ഫലം ഗുണമേന്മയുള്ളതും അധികം നല്ല ഫലം കായ്ക്കുന്നതുമാകാൻ അത് അത്യാവശ്യമായതുകൊണ്ടാണ് അങ്ങനെ ചിലപ്പോൾ വെട്ടി മാറ്റി കളയുന്നത്. ദൈവത്തിന് അധികം ഫലവും ഗുണമേന്മയുള്ള ഫലവും വേണം. അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ, ഗോഡ് വാണ്ട്സ് ബോത്ത് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. എണ്ണത്തിലും ഗുണമേന്മയിലും വർധനവ് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. മുന്തിരിവള്ളികളെ പരിചരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ചെത്തി വെടിപ്പാക്കുന്ന ജോലിയാണ്. മുന്തിരിത്തോട്ടങ്ങൾ സന്ദർശിച്ചാൽ ചെത്തി വെടിപ്പാക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ളവർ പ്രത്യേക പരിശീലനം ലഭിച്ചവരായിരിക്കും. അവർക്ക് പരിചയമില്ലാതെയാണ് ആ പണി ചെയ്യുന്നതെങ്കിൽ വിളവ് മുഴുവൻ അവർ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് ചില മുന്തിരിത്തോട്ടങ്ങളിൽ ചെത്തി വെടിപ്പാക്കുന്ന തൊഴിലാളികളെ 2-3 വർഷം നിർത്തി പരിശീലിപ്പിച്ച് എടുക്കാറുണ്ട്. എന്നിട്ട് മാത്രമേ അവരെ ജോലിക്ക് നിയോഗിക്കുകയുള്ളൂ. അങ്ങനെ പരിശീലനം സിദ്ധിച്ച് കഴിയുമ്പോൾ അവർക്ക് ഏത് ഭാഗം മുറിച്ച് കളയണമെന്നും എന്തുമാത്രം ചെത്തിക്കളയണമെന്നും ചെത്തുന്നത് ഏത് ദിശയിലായിരിക്കണമെന്നും ഒക്കെ നല്ല നിശ്ചയമുണ്ടാകും. ഒരു വിശ്വാസിക്ക് ദൈവം നൽകാവുന്ന ഏറ്റവും വലിയ ന്യായവിധി എന്താണെന്നറിയാമോ? അവനെ ഒറ്റയ്ക്കാക്കുക എന്നുള്ളതാണ്. ഒറ്റയ്ക്കാക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വന്തം വഴിക്ക് വിടുക. അതായത് ഒരു കൊമ്പ് പോലെ മുന്തിരിവള്ളിയിൽ ചേർന്നിരിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നൽകാതെ അവനെ അവൻ്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ്. അതാണ് റോമാലേഖനം 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ദൈവം അവനെ കൈവിട്ട് കളഞ്ഞു, ഗേവ് ദം അപ്പ് എന്ന് നാം കാണുന്നത്. അത് വലിയൊരു ന്യായവിധിയാണ് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ നമ്മെ അങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നില്ല. മുന്തിരിവള്ളിയിൽ വസിക്കാൻ അവൻ അനുവദിക്കുന്നു, നമ്മെ ചെത്തി വെടിപ്പാക്കുന്നു. ദൈവമഹത്വത്തിനായി അധികം ഫലം കായ്ക്കുവാൻ ദൈവം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഒരു വേള ഈ കൊമ്പുകൾക്ക് സംസാരശേഷി ഉണ്ടായിരുന്നു എന്ന് കരുതുക. അങ്ങനെ സംസാരശേഷി ഉണ്ടായിരുന്നു എങ്കിൽ ഈ ചെത്തുന്ന സമയത്ത് പറയുമായിരുന്നു, ചെത്തി വെടിപ്പാക്കുമ്പോൾ വേദനയെടുക്കുന്നു, ഇത് വേദനാജനകമാണ് എന്ന് കരഞ്ഞു പറഞ്ഞേനെ. അതോടൊപ്പം പറയും, ഈ വേദനയിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്, കാരണം ഇങ്ങനെ മാത്രമേ ഞങ്ങൾക്ക് കൂടുതൽ ഫലം കായ്ക്കുവാനും നല്ല ഫലം കായ്ക്കുവാനും കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കെങ്കിലും അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാകണം. ആ വേദന പ്രയോജനകരമാണ്. ആ കഷ്ടത നമ്മെ തകർക്കാനല്ല, നമ്മളെ പണിയാൻ വേണ്ടിയാണ്. നോട്ട് ടു ബ്രേക്ക് അസ് ബട്ട് ടു മേക്ക് അസ്. അത് ഒരു ബിറ്ററായിട്ട് നമുക്ക് തോന്നേണ്ട കാര്യമില്ല, നമ്മളെ ബെറ്റർ ആക്കാൻ വേണ്ടിയാണ്. കയ്പുള്ളൊരു അനുഭവമായിട്ട് അന്നേരം തോന്നുമെങ്കിലും അതിൽ കൂടി കടന്നു വന്നു കഴിയുമ്പോൾ കൂടുതൽ ഫലം കായ്ക്കുന്ന ഒരവസ്ഥയിലേക്ക്, നല്ല ഫലം കായ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ചെത്തി വെടിപ്പാക്കൽ. ഒരു കാര്യം കൂടി ഓർക്കുക, നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നത്, ശ്രദ്ധിക്കണേ, നമ്മുടെ സ്വർഗീയ പിതാവായ ദൈവം നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നത് അവൻ നമ്മെ ചെത്തി വെടിപ്പാക്കുമ്പോഴാണ്. അല്ലാത്തപ്പോഴൊക്കെ അത്ര അടുപ്പമില്ല. നമ്മെ ചെത്തി വെടിപ്പാക്കുമ്പോൾ അവൻ നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നു. നമ്മിൽ നിർജീവമായിരിക്കുന്ന കൊമ്പിൻ്റെ ഭാഗങ്ങൾ ജീവിച്ചിരിക്കുന്നവയ്ക്ക് പ്രശ്നം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ചിലപ്പോഴൊക്കെ പിതാവ് ഉണങ്ങിയ ഭാഗങ്ങൾ വെട്ടി മാറ്റിക്കളയും. ചിലപ്പോൾ നമ്മുടെ ആത്മീയ ചൈതന്യം കെടുത്തിക്കളയുന്ന ജീവനുള്ള കോശങ്ങളും പിതാവ് ചെത്തി മാറ്റി കളഞ്ഞെന്ന് വരാം. ചെത്തി വെടിപ്പാക്കുക എന്ന് പറഞ്ഞാൽ ചീത്തയായതൊക്കെ ശസ്ത്രക്രിയ ചെയ്ത് മാറ്റിക്കളയുക എന്ന ഒരു പ്രക്രിയ മാത്രമല്ല. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അല്ല, ചിലപ്പോൾ നല്ലതെന്ന് തോന്നുന്നതും നാം ഏറെ നല്ലതെന്ന് കരുതുന്നതുമായ ചിലതും പിതാവ് ചെത്തിമാറ്റും. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? നമുക്ക് നല്ലതാണെന്ന് നാം കരുതി വച്ചിരിക്കുന്നതും ഏറെ നല്ലതാണെന്ന് നാം ചിന്തിക്കുന്നതുമായ കാര്യങ്ങൾ പോലും പിതാവ് തൻ്റെ സർവജ്ഞാനത്തിൽ ചെത്തി മാറ്റിയെന്ന് വരാം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ,
ഏറ്റവും ഉത്തമമായത് നാം അനുഭവിക്കാനും ഏറ്റവും ഉത്തമമായത് നമ്മിൽ കൂടി വെളിപ്പെടുവാനും ദൈവം ആഗ്രഹിക്കുന്നു. ചെത്തി വെടിപ്പാക്കുന്നത് വേദനാജനകമാണ്. അതേ സമയം തന്നെ അത് വളരെ സഹായകരവുമാണ്. നാം ഒരു പക്ഷേ അത് നന്നായി ആസ്വദിച്ചു എന്ന് വരികയില്ല. എന്നാൽ ആ പ്രവൃത്തി പിതാവിൻ്റേതാകയാൽ അത് ഏറ്റവും ആവശ്യമുള്ളതും ഒരു കാരണവശാലും ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതുമാണ്. അങ്ങനെ അവൻ നമ്മളെ ചെത്തി വെടിപ്പാക്കുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവൻ നമ്മോട് അടുത്തിരിക്കുന്നില്ല, അകന്നു പോകും. അത് നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നത് അവൻ നമ്മെ ചെത്തി വെടിപ്പാക്കുമ്പോഴാണ്. ശ്രദ്ധയോടെ അവൻ നമ്മളെ പരിചരിക്കുന്നുണ്ട്, നമ്മുടെ കേസ് അവൻ്റെ മുമ്പിലുണ്ട്, അവൻ നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ ഉദ്ദേശം നാം കൂടുതൽ നല്ലവരും ഫലപ്രാപ്തി ഉള്ളവരും ദൈവത്തെ മഹത്വപ്പെടുന്നവരും ഒക്കെ ആയിത്തീരണമെന്നുള്ളതാണല്ലോ. അതുകൊണ്ട് അവൻ്റെ ആ സജീവ സാമീപ്യം നാം അനുഭവിക്കുന്നത് ഈ ചെത്തി വെടിപ്പാക്കലിൽ കൂടി നാം കടന്നു പോകുമ്പോഴാണ്. എങ്ങനെയാണ് പിതാവ് നമ്മെ ചെത്തി വെടിപ്പാക്കുന്നത് അതും നാം അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ്, ഏത് വഴിക്കാണ് ദൈവം നമ്മെ ചെത്തി വെടിപ്പാക്കുന്നത്? ചിലപ്പോൾ ദൈവം ദൈവവചനം ഉപയോഗിച്ച് നമ്മെ ചെത്തി വെടിപ്പാക്കും. എന്ന് പറഞ്ഞാൽ ദൈവവചനം ഉപയോഗിച്ച് നമ്മെ തെറ്റുകളെക്കുറിച്ച് ബോധവാന്മാരാക്കും, അവയെ ശുദ്ധീകരിച്ചു തരും. അതാണ് യോഹന്നാൻ 15:2 നാം കണ്ടത്. അവിടെ ചെത്തി വെടിപ്പാക്കുക എന്നതിനുപയോഗിച്ച മൂലഭാഷയിലെ വാക്ക് തന്നെയാണ് യോഹന്നാൻ 13:10 ശുദ്ധിയുള്ളവൻ എന്നും എഫേസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങളിൽ സഭയെ വെടിപ്പാക്കി വിശുദ്ധീകരിക്കുക എന്നും വിവർത്തനം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ചെത്തി വെടിപ്പാക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ളവനെന്നും വെടിപ്പാക്കി വിശുദ്ധീകരിച്ചവനെന്നും അർത്ഥം വരുന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ദൈവം നമ്മെ ബാലശിക്ഷയ്ക്ക് വിധേയമാക്കും. അതാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. വായിച്ചു പഠിക്കുക. എബ്രായർ 12:1 മുതൽ 11 വരെ. വളരെ വിലപിടിപ്പുള്ളതാണെന്ന് നാം കരുതുന്ന ചിലത് ദൈവം നമ്മിൽ നിന്ന് മാറ്റിക്കളയുമ്പോൾ അത് തികച്ചും വേദന ഉളവാക്കുന്നതാണ്. എന്നാൽ പിന്നീട് ആത്മീയമായ ഒരു വലിയ വിളവുണ്ടാകുമ്പോൾ, അഥവാ അധികം ഫലം കായ്ക്കുമ്പോൾ, തോട്ടക്കാരനായ പിതാവ് എന്തായിരുന്നു അങ്ങനെ ചെയ്തതെന്ന് നമുക്ക് അപ്പോൾ മനസ്സിലാകും. ഈ ചെത്തുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകുകയില്ല, അത് കഴിഞ്ഞിട്ടായിരിക്കും, കുറെ നാളുകൾക്ക് ശേഷം ആ ഫലം വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. പിതാവായ ദൈവം ആരംഭത്തിൽ അവസാനം അറിയാവുന്നവനും സർവജ്ഞാനിയുമായതുകൊണ്ട് എല്ലാം നന്നായി ചെയ്യുവാൻ അവനറിയാം. അതുകൊണ്ട് പിതാവ് ചെത്തി വെടിപ്പാക്കുമ്പോൾ നാം അവനോട് സഹകരിച്ച് നാം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. കാരണം നമുക്കൊരു ഇച്ഛാശക്തി ഉണ്ടല്ലോ. ആ ഇച്ഛാശക്തി ഉപയോഗിച്ച് ബോധപൂർവം നാം കർത്താവിനോട് സഹകരിക്കണം, പിതാവായ ദൈവത്തോട് സഹകരിക്കണം. അപ്പോൾ മാത്രമേ അത് ഏറ്റവും ഫലപ്രദമായിട്ട് നമ്മിൽ നിവർത്തിക്കുന്നതിന് ദൈവത്തിന് കഴിയുകയുള്ളൂ എന്നും ഓർത്തിരിക്കേണ്ടതാണ്. നാം ക്രിസ്തുവിൽ വസിക്കുന്നിടത്തോളം നാം അധികം ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അധികം ഫലം കായ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ പിതാവ് നമ്മെ കൂടുതൽ ചെത്തി വെടിപ്പാക്കിക്കൊണ്ടിരിക്കും. ചെത്തി വെടിപ്പാക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഗുണമേന്മയുള്ള ധാരാളം ഫലം നാം കായ്ച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അഥവാ കൂടുതൽ നിറഞ്ഞ ഫലം കായ്ക്കുവാനും അവ മേന്മയുള്ളതായിരിക്കുവാനും ചെത്തി വെടിപ്പാക്കൽ അനിവാര്യമാണ്. ചെത്തി വെടിപ്പാക്കാതിരുന്നാൽ കൊമ്പിൽ അങ്ങിങ്ങ് കായകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, എന്നാൽ അവ ഗുണമേന്മയുള്ളവയായിരിക്കുകയില്ല. ഏറ്റവും ഗുണമേന്മയുള്ള ഫലം ധാരാളമായി കായ്ക്കുമ്പോഴാണ് ദൈവം ഏറ്റവും മഹത്വപ്പെടുന്നത്. ചില വാക്യങ്ങൾ നാം വായിച്ച ഭാഗത്ത് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തിയാൽ 15:2 അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. അധികം ഫലം. 15:5 എന്നിൽ വസിക്കുന്നവൻ വളരെ ഫലം കായ്ക്കും. 15:8 നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. അപ്പോൾ ഇവിടെ അധികം ഫലം, വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്ന പ്രയോഗങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പിതാവിന്, യേശുവിന് നമ്മളെക്കുറിച്ചുള്ള ലക്ഷ്യം, താല്പര്യം നാം അങ്ങും ഇങ്ങും ഒരു കായുണ്ടാകണം, അങ്ങും ഇങ്ങും ഒരു ഫലം പുറപ്പെടുവിക്കണമെന്നുള്ളതല്ല. ചിലപ്പോൾ അങ്ങും ഇങ്ങും കായ്ച്ചാൽ അതൊക്കെ ചെത്തി വെടിപ്പാക്കിയെന്ന് വരാം. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം അധികം ഫലം കായ്ക്കണം, വളരെ ഫലം കായ്ക്കണം എന്നുള്ളതാണ്. അപ്പോൾ മാത്രമേ പിതാവ് മഹത്വപ്പെടുകയുള്ളൂ. അപ്പോഴാണ് നാം അവൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയുവാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്ന വിശ്വാസികൾ
അവരുടെ പല സംഭാഷണങ്ങളിലും ചർച്ചകളിലും മിക്കപ്പോഴും അവർ ചെയ്തതിൻ്റെ റിസൾട്ട് എന്ന അർത്ഥത്തിൽ ഫലം എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വിലയിരുത്താറുണ്ട്, എന്ത് റിസൾട്ട് ഉണ്ടായി എന്നുള്ള മട്ടിൽ. എന്നാൽ അത് തികച്ചും വചനാധിഷ്ഠിതമല്ല. ഈ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ പറയുന്നത് തികച്ചും വചനാധിഷ്ഠിതം അല്ല എന്നറിഞ്ഞിരിക്കണം. ഒരു യന്ത്രം പ്രവർത്തിക്കുന്നതിന് റിസൾട്ട് ഉണ്ടാകാം, അങ്ങനെ ഫലം എന്ന് വേണമെങ്കിൽ പറയാം, റിസൾട്ട് ഉണ്ടാകാം. ഒരു യന്ത്ര മനുഷ്യനും ഫലവത്തായി പ്രവർത്തിച്ചു എന്ന് വരാം. ഒരു യന്ത്ര മനുഷ്യനെ ഉണ്ടാക്കി അതിന് റിസൾട്ട് ഉണ്ടായെന്ന് വരാം. എന്നാൽ യഥാർത്ഥ ഫലം പുറപ്പെടുവിക്കുന്നത് ജീവനുള്ള അവയവങ്ങളുള്ള ഒരു ജീവിയാണ്, ലിവിങ് ഓർഗനിസം. യഥാർത്ഥത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നത് ജീവനുള്ള ഒരു ജീവിയാണ്, ലിവിങ് ഓർഗനിസമാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. അപ്പം ഫലപ്രാപ്തിക്ക് നല്ല സംരക്ഷണം വേണം. വളരെ സമയമെടുത്ത് മാത്രമേ ഫലം ഉണ്ടാവുകയുള്ളൂ. നല്ലൊരു വിള ഒരു രാത്രി കൊണ്ടുണ്ടാവുന്നതല്ല. കാലവും സമയവും സംരക്ഷണവും ലഭിക്കുമ്പോഴാണ് നല്ല വിളവുണ്ടാകുന്നത്. ശ്രദ്ധിച്ചോ, കാലം, സമയം, സംരക്ഷണം അതൊക്കെ ലഭിക്കുമ്പോഴാണ് നല്ല വിളവുണ്ടാകുന്നത്. മുന്തിരിവള്ളിയിലെ കൊമ്പുകൾ ഒരിക്കലും മുന്തിരിഫലം അവർ തന്നെ തിന്നുന്നില്ല എന്നോർക്കേണ്ടതാണ്. മുന്തിരിച്ചെടിക്ക് തിന്നാൻ വേണ്ടിയല്ല മുന്തിരിയിലെ കൊമ്പുകൾ ഫലം പുറപ്പെടുവിക്കുന്നത്. പിന്നെ അത് ആർക്കു വേണ്ടിയാണ്? മറ്റുള്ളവരാണ് ഫലം അനുഭവിക്കുന്നത്. ഫലം കായ്ച്ച മുന്തിരിവള്ളിയോ കൊമ്പോ ഒരിക്കലും അതിൻ്റെ ഫലം തിന്നുന്നില്ല. നാം ഫലം പുറപ്പെടുവിക്കുന്നത് നമ്മെ തന്നെ പ്രസാദിപ്പിക്കുവാനല്ല എന്നർത്ഥം. ഞാൻ ചെയ്തിട്ട് ഇത്ര റിസൾട്ട് ഉണ്ടായി എന്ന് പറഞ്ഞ് നമുക്ക് സമാശ്വസിക്കുന്നതിനും നമ്മെ തന്നെ പ്രസാദിപ്പിക്കുന്നതിനും അല്ല, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ്, മറ്റുള്ളവർക്ക് പ്രയോജനം വരാൻ വേണ്ടിയാണ്. യഥാർത്ഥ വിശ്വാസികൾ വാക്കുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മറ്റുള്ളവരെ പരിപോഷിപ്പിച്ച് മറ്റുള്ളവരെ സംതൃപ്തരാക്കുന്നവർ ആയിരിക്കണം. അല്ലാതെ സ്വയസംതൃപ്തി നേടുന്നവരല്ല. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഫലം എല്ലാം ഉണ്ടാകുന്നതെന്നുള്ളത് ഓർക്കുക. ജ്ഞാനിയായ ശലോമോൻ സദൃശ്യവാക്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. സദൃശ്യവാക്യം 10:21, പ്രോവേർബ്സ് 10:21. നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കും, ഭോഷന്മാരോ ബുദ്ധിഹീനതയാൽ മരിക്കുന്നു. നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കും. സ്വയം പോഷിപ്പിക്കുകയല്ല, മറ്റനേകരെ പോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭോഷന്മാരാണ് ബുദ്ധിഹീനതയിൽ മരിക്കുന്നത്. ഇനി എന്താണ് ഫലം എന്ന് നാം ചിന്തിക്കുമ്പോൾ വേദപുസ്തകത്തിൽ പലതരത്തിലുള്ള ധാരാളം ആത്മീയ ഫലങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അതിൽ ചിലതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്, ആത്മാക്കളെ കർത്താവിനായി നേടുമ്പോൾ നാം ഫലം കായ്ക്കുകയാണ് എന്ന് തിരുവചനം നമ്മോട് പറയുന്നുണ്ട്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നോക്കിയാൽ, റോമാലേഖനം 1:13, എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു. അപ്പൊ നിങ്ങളിലും വല്ല ഫലം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ചിലരൊക്കെ മാനസാന്തരപ്പെട്ട് കർത്താവിനെ അറിയണം, ആത്മാക്കളെ കർത്താവിനായിട്ട് നേടണം എന്ന അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ നാം കൊയ്ത്തിന്റെ ഭാഗമാകുന്നതായിട്ട് യേശു പഠിപ്പിച്ചിട്ടുള്ളത് ഓർക്കുക. യോഹന്നാൻ 4:35 മുതൽ 38 വരെ. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവനിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊല്ല് ഇതിൽ ഒത്തിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഇവിടെ കൊയ്ത്തും അധ്വാന ഫലവും എല്ലാം ആത്മാക്കളെ നേടുന്നതിലേക്കാണല്ലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നാം വിശുദ്ധിയിലും അനുസരണത്തിലും വളരുമ്പോൾ ഫലം കായ്ക്കുകയാണ് ചെയ്യുന്നത്. റോമാലേഖനം 6:22 അതാണ് നാം വായിക്കുന്നത്. റോമർ 6:22. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനും ആകുന്നു. നാം ദൈവത്തിന്റെ ദാസന്മാരായി പാപത്തോട് വേർപെട്ട് ജീവിക്കുന്നതിൻ്റെ ഫലമാണ് വിശുദ്ധീകരണവും നിത്യജീവനും. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ലല്ലോ. എബ്രായലേഖനം 12:14 കാണുക. നാം സമർപ്പണ ജീവിതം നയിക്കുമ്പോൾ നാം മറ്റുള്ളവർക്ക് നൽകുന്ന ഭൗതിക നന്മകൾ അല്ലെങ്കിൽ ധർമ്മോപകാരം ഫലമാണെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നാം രക്ഷിക്കപ്പെട്ടതിന് ശേഷം
ബുദ്ധിമുട്ടിലും ആവശ്യത്തിലും ഇരിക്കുന്ന മറ്റുള്ള ആളുകൾക്ക് നൽകുന്ന ഭൗതിക നന്മകൾ. ധർമ്മോപകാരം എന്ന പദം പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 26-28 വാക്യങ്ങൾ. റോമർ 15-ന്റെ 26-28 വാക്യങ്ങൾ. യെരുശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മക്കദോന്യയിലും അഖായയിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നി. ഈ ഫലം ഞാൻ അവർക്ക് ഏൽപ്പിച്ച ബോധ്യം വരുത്തും. മക്കദോന്യരുടെയും അഖായക്കാരുടെയും ധർമ്മോപകാരം അവർ രക്ഷ പ്രാപിച്ചതിന്റെ ഫലമായിരുന്നു. ഇനി ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഗലാത്യർ 5, 22, 23 വാക്യങ്ങൾ വ്യക്തമാക്കുന്നു ആത്മാവിന്റെ ഫലം. ആത്മാവിന്റെ ഫലം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതുമായ സ്വഭാവ രൂപീകരണമാണ്. ആത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചിട്ട് ആത്മാവിന്റെ ഫലം നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ നമ്മുടെ സ്വഭാവം ദിവ്യ സ്വഭാവമായിട്ട് മാറും. ആ സ്വഭാവ രൂപീകരണമാണ് ആത്മാവിന്റെ ഫലം. അതാണ് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് യാഥാർത്ഥ്യമാക്കി കൊടുക്കുന്നത്. അത് കണ്ടിട്ടാണ് അനേകർ ക്രിസ്തുവിലേക്ക് ആകൃഷ്ടരാകുന്നത്. ആത്മാവിന്റെ ഫലം എന്താണെന്ന് ഓർക്കാം. ആത്മാവിന്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. നമ്മുടെ സൽപ്രവൃത്തികളും നീതിപ്രവൃത്തികളും ക്രിസ്തീയ സേവന ശുശ്രൂഷയും നാം ക്രിസ്തുവിൽ വസിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. കൊലോസ്യ ലേഖനം 1:10 അത് വ്യക്തമാക്കുന്നുണ്ട്. കൊലോസ്യർ 1:10 നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകുംവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരയണം എന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരേണം. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം നിറഞ്ഞ് വായിൽ നിന്ന് പുറപ്പെടുന്ന സ്തുതിസ്തോത്രങ്ങൾ ദൈവനാമ മഹത്വത്തിനുള്ള ഫലമാണ്. എബ്രായ ലേഖനം 13:15 നാം അത് വായിക്കുന്നത്. എബ്രായർ 13:15 അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അപ്പൊ പല ഫലങ്ങളെക്കുറിച്ച് ഞാൻ വിവരിക്കുകയായിരുന്നു. എല്ലാം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നു. ഈ പറഞ്ഞ ഫലങ്ങളെല്ലാം കൂടെ ചേർത്ത് ചുരുക്കത്തിൽ ഞാനൊന്ന് പറയാം. അപ്പൊ പ്രധാന ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടെ ഗ്രഹിക്കാൻ പറ്റുമല്ലോ. ഒന്നാമത്, കർത്താവിനായിട്ട് നഷ്ടപ്പെട്ട ആത്മാക്കളെ നേടുന്നത് നാം കായ്ക്കുന്ന ഫലമാണ്. അതിനുള്ള ബന്ധത്തിലാണ് കൊയ്ത്തിനെക്കുറിച്ചും അധ്വാനത്തെക്കുറിച്ചും പറഞ്ഞത്. കൊയ്യുന്നതും അധ്വാനിക്കുന്നതും അധ്വാന ഫലം നേടുന്നതും ഒക്കെ ആത്മാക്കളെ നേടുന്നതിനെ കുറിച്ചാണ്. ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മിൽ ദൈവം പ്രവർത്തിച്ചിട്ട് പാപത്തോടെ നാം വേർപെട്ട് സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിയുമ്പോൾ വിശുദ്ധീകരണം ഫലമാണ്. അതിൻ്റെ അന്തമാണ് നിത്യജീവൻ. നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ സഹവിശ്വാസികൾക്കും മറ്റുള്ളവർക്കും നന്മ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കപ്പെടുന്നതുകൊണ്ട് നാം കൊടുക്കുന്ന ധർമ്മോപകാരങ്ങൾ, ഭൗതിക നന്മ സഹായങ്ങൾ ഫലമാണ്. നമ്മുടെ സ്വഭാവം രൂപപ്പെടുന്നത് ആത്മാവിൻ്റെ ഫലത്താലാണ്. അതും ഫലമാണ്. നാം ചെയ്യുന്ന സകല സൽപ്രവൃത്തികളും ഫലമാണ്. നമ്മുടെ അധരഫലം എന്ന സ്തോത്രയാഗം. അപ്പോൾ എല്ലാം ഒന്ന് ഓർക്കുകയാണെങ്കിൽ, ആത്മാക്കളെ നേടുന്നത്, വിശുദ്ധീകരണം പ്രാപിക്കുന്നത്, ഭൗതിക നന്മകൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, സ്വഭാവം രൂപപ്പെട്ട് ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം ഒക്കെ നമ്മളിൽ വർദ്ധിക്കുന്നത്, നാം ചെയ്യുന്ന സകല സൽപ്രവൃത്തികളും നാം ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നതിനായിട്ട് അധരഫലം അർപ്പിക്കുന്നതും, ഇതെല്ലാം നാം കായ്ക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങളാണ് എന്ന് തിരുവചനം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഫലങ്ങൾക്കെല്ലാം ഒരു മറുവശം, ഒരു അപകട മേഖലയുണ്ട്. അതും കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. ഈ ഫലങ്ങളെല്ലാം നമ്മൾ നോക്കി മനസ്സിലാക്കുമ്പോൾ അതിന് ജഡത്തിൽ നിന്ന് വരുന്ന കപട അനുകരണങ്ങൾ ഉണ്ടാകും. അതിന് അനുകരണ വീരനായ പിശാചുണ്ടല്ലോ, അവൻ വീണുപോയ പ്രകൃതമായ ജഡത്തിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ ഫലങ്ങൾക്കെല്ലാം നമ്മുടെ ജഡത്തിൽ നിന്ന് വരുന്ന കപട അനുകരണങ്ങൾ ഉണ്ടാകും. എന്നാൽ വഞ്ചനയും കാപട്യവും ആത്യന്തികമായിട്ട് വെളിപ്പെട്ട് വരും. ഈ കാപട്യവും യഥാർത്ഥ ആത്മീയ ഫലവും തമ്മിൽ എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചാൽ, യഥാർത്ഥ ആത്മീയ ഫലത്തിൻ്റെ അകത്ത് വിത്തുകളുണ്ടാകും. മറ്റേതിനകത്ത് വിത്തുകളില്ല. മറ്റേത് സ്വയം മഹിമയ്ക്കായിട്ട് ചെയ്യുന്നതാണ്. എന്നാൽ യഥാർത്ഥമായിട്ട് ദൈവാത്മാവിൽ നിന്ന് വരുന്ന ഫലങ്ങൾക്ക് അകത്ത് വിത്തുകളുണ്ടാകും. ഈ വിത്തുകൾ പിന്നീട് കൂടുതൽ ഫലം ലഭിക്കുന്നതിനും
ഫലലബ്ധി തുടർമാനമാക്കുന്നതിനും സഹായകമാകും. നമ്മളൊരു ഫലം കായ്ച്ചു, അതിനകത്ത് വിത്തുണ്ട്, അത് വീണ്ടും ഫലം പുറപ്പെടുവിക്കുന്നു, അങ്ങനെ ഒരു ചെയിൻ, കണ്ടിന്യൂസ് ചെയിനായിട്ടത് പോകുന്നതിനിടയായിത്തീരും. എന്നാൽ മനുഷ്യനിർമ്മിതമായ ഫലങ്ങൾ, ജഡീകമായിട്ട് വരുന്ന ഫലങ്ങൾ നിർജീവമാണ്. അതിനകത്ത് വിത്തൊന്നുമില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് കെട്ടുപോയതാണ്. അത് പിന്നീട് ഫലം പുറപ്പെടുവിക്കുന്നില്ല, അല്ലെങ്കിൽ അവയ്ക്ക് പ്രത്യുൽപാദന ശേഷി ഒട്ടും തന്നെ ഇല്ല. എന്നാൽ ആത്മാവ് ഉൽപ്പാദിപ്പിക്കുന്ന ഫലങ്ങൾ നിലനിൽക്കുന്നതും പ്രത്യുൽപാദന ശക്തിയാൽ ജീവനിൽ നിന്ന് ജീവനിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നതുമാണ്. അതുകൊണ്ട് ഫലം കായ്ക്കും, പിന്നെയും ഫലം കായ്ക്കും, വളരെ ഫലം കായ്ക്കും, വളരെ അധികം ഫലം കായ്ക്കും. അതാണ് കർത്താവ് പറഞ്ഞത്. ആദ്യം കായ്ക്കാത്ത കൊമ്പുകളായിരുന്നു, പിന്നെ ഫലം കായ്ച്ചു, വളരെ ഫലം കായ്ച്ചു, വളരെ അധികം ഫലം കായ്ച്ചു. ഇങ്ങനെ ഒരു പ്രോഗ്രഷൻ ആണ് ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത്. യഥാർത്ഥ മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുന്ന യഥാർത്ഥ കൊമ്പ് എപ്പോഴും ഫലം പുറപ്പെടുവിക്കും. എല്ലാ കൊമ്പുകളും എപ്പോഴും അസാധാരണമായ തരത്തിൽ ഫലം കായ്ക്കുകയില്ല. എല്ലാ നിലങ്ങളും അസാധാരണമായി വിളവ് നൽകുകയില്ലല്ലോ. അതുപോലെ എല്ലാ കൊമ്പുകളും അസാധാരണ ഫലപ്രാപ്തിയിൽ എത്തുകയില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മത്തായി 13-ാം അധ്യായത്തിൻ്റെ 8-23 വാക്യങ്ങൾ കാണുക. മത്തായി 13-ൽ യേശു പറഞ്ഞ സ്വർഗരാജ്യത്തിൻ്റെ ഉപമകളാണ്. നല്ല നിലത്തിൽ വിതയ്ക്കപ്പെട്ട വിത്ത് മാത്രമാണ് 30, 60, 100 മേനിയായി വിളഞ്ഞത്. എന്നാൽ വഴിയരികെ വീണതും പാറസ്ഥലത്ത് വീണതും മുള്ളിനിടയിൽ വീണതുമായ വിത്തുകൾ ഫലം പുറപ്പെടുവിച്ചില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ജീവനുള്ളിടത്ത് എപ്പോഴും ഫലമുണ്ടാകും. എന്നാൽ ജീവൻ നഷ്ടപ്പെടുകയും ജഡം വ്യാപരിക്കുകയും ഈ വിത്തുകൾ വേണ്ടാത്ത സ്ഥലത്ത് പോയി വീഴുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ഫലപ്രാപ്തിയിലേക്ക് വരികയില്ല എന്ന് അറിഞ്ഞിരിക്കണം. ഫലം കായ്ക്കാത്ത കൊമ്പ് മൂല്യമില്ലാത്ത കൊമ്പാണ്. ആവ കൊമ്പുകൾ പുറത്തു കളയുന്നു, അവ ഉണങ്ങിപ്പോവുകയും തീക്ക് ഇരയാവുകയും ചെയ്യുന്നു. അതാണ് 6-ാം വാക്യത്തിൽ നാം കണ്ടത്, യോഹന്നാൻ 15:6. അപ്പോൾ ഫലം കായ്ക്കാത്ത കൊമ്പ് ഉപയോഗശൂന്യമായ കൊമ്പാണ്. ഫലം കായ്ക്കാത്ത വിശ്വാസിയും ഉപയോഗശൂന്യനാണ്. അതാ ശ്രദ്ധിക്കേണ്ടത്. ഫലം കായ്ക്കാത്ത വിശ്വാസി ഉപയോഗശൂന്യനാണ്. ഒരിക്കൽ ഫലം കായ്ച്ചുകൊണ്ടിരുന്ന വിശ്വാസികൾ പിന്മാറ്റത്തിൽ പോയി ശുശ്രൂഷയും കർത്താവിനോടുള്ള കൂട്ടായ്മയും നഷ്ടപ്പെടുത്തുന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ്. 15-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആവക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും എന്ന് നാം വായിച്ചല്ലോ. യോഹന്നാൻ 14:27 യേശു സമാധാനത്തെക്കുറിച്ചാണ് സംസാരിച്ചതെങ്കിൽ 15:9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ യേശു സ്നേഹത്തെയും സന്തോഷത്തെയും കുറിച്ചാണ് സംസാരിച്ചത്. 15:9 എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. 15:11 എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അതെന്തിനാ ഇപ്പോൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ആത്മാവിൻ്റെ ഫലത്തിൽ ആദ്യം വരുന്ന 3 കാര്യങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം. കണ്ടോ? അപ്പോൾ നമുക്ക് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ ഉണ്ടാകേണ്ട 3 പ്രധാനപ്പെട്ട ഫലങ്ങളാണ് സ്നേഹം, സന്തോഷം, സമാധാനം. യോഹന്നാൻ 14:27 15-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലും ഈ 3 ഗുണങ്ങളും പരാമർശിക്കപ്പെടുന്നുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം. ഗലാത്യ ലേഖനം 5:22 എടുത്ത് നോക്കുക. ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം. നാം ക്രിസ്തുവിൽ വസിക്കുന്നത് കൊണ്ട് തീർച്ചയായും നമ്മുടെ ഹൃദയത്തിൽ സ്നേഹവും സന്തോഷവും സമാധാനവും ഉണ്ടാകണം. നാം അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് നാം അവൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളും. നാം അവൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുമ്പോൾ നാം അവൻ്റെ സ്നേഹത്തിൽ വസിക്കുകയാണ് ചെയ്യുന്നത്. ആ സ്നേഹത്തിൻ്റെ ആഴം കൂടുതൽ കൂടുതൽ അനുഭവിക്കുന്നത് നാം അവൻ്റെ സ്നേഹത്തിൽ നിരന്തരം വസിക്കുമ്പോഴാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പല പ്രാവശ്യം യേശു തൻ്റെ പിതാവ് തന്നെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നത് യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച്. എന്നാൽ നാം പലപ്പോഴും ദൈവത്തിന് ലോകത്തോടുള്ള സ്നേഹത്തെക്കുറിച്ചും നമ്മോടുള്ള സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സഭയോടുള്ള സ്നേഹത്തെക്കുറിച്ചും ഒക്കെ ഊന്നി പറയുമ്പോൾ പിതാവിന് പുത്രനായ ദൈവത്തോടുണ്ടായിരുന്ന സ്നേഹം മറന്നു പോവുകയും പരാമർശിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചോ? പിതാവിന് പുത്രനായ ദൈവത്തോടുണ്ടായിരുന്ന സ്നേഹം നാം പലപ്പോഴും പരാമർശിക്കുന്നില്ല, പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. എന്നാൽ പിതാവിന് ലോകത്തോടുള്ള സ്നേഹം, നമ്മളോടുള്ള സ്നേഹം, സഭയോടുള്ള സ്നേഹമൊക്കെ നമ്മളെപ്പോഴും ഓർത്തിരിക്കും. എന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് കൊണ്ട് പിതാവ് സകലവും പുത്രൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. യോഹന്നാൻ 3:35 പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവൻ്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. മാത്രമല്ല
പിതാവ് സകലവും പുത്രന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് യോഹന്നാൻ 5:20. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവ് പുത്രനെ സ്നേഹിച്ചു. അതാണ് 17-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. യോഹന്നാൻ 17:24. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുന്നുണ്ട്. പുത്രൻ കാൽവറിയിൽ തന്റെ ജീവൻ അർപ്പിച്ചപ്പോഴും പിതാവ് പുത്രനെ സ്നേഹിച്ചു. അതാണ് യോഹന്നാൻ 10:17. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാനതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ഇതെല്ലാം ഇപ്പോൾ എടുത്തു പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഇന്ന് എത്രയും അത്ഭുതകരമായ കാര്യം, വിശ്വാസിക്ക് ഇതേ സ്നേഹം വ്യക്തിപരമായി എല്ലാ തലങ്ങളിലും അനുഭവിക്കാം എന്ന് ഓർപ്പിക്കാനാണ്. കാരണം ഒരു വിശ്വാസി ഈ പുത്രനാകുന്ന മുന്തിരിവള്ളിയിൽ ഒരു കൊമ്പായിട്ട് വസിക്കുമ്പോൾ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹം പുത്രൻ വഴി നമ്മളിലേക്കും ഒഴുകി വരുമല്ലോ. അതുകൊണ്ടൊരു വിശ്വാസിക്ക് ഈ പിതാവിൻ്റെ സ്നേഹം വ്യക്തിപരമായി എല്ലാ തലങ്ങളിലും എപ്പോഴും അനുഭവിക്കാനായിട്ട് കഴിയും എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിതെല്ലാം എടുത്തു പറഞ്ഞത്. യോഹന്നാൻ 17:26 യേശു പ്രാർത്ഥിച്ചത് കേൾക്കുക. നീ എന്നെ സ്നേഹിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും, കണ്ടോ, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. ആ സ്നേഹം നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വ്യാപരിക്കുവാനും ആ സ്നേഹം സജീവമായിട്ട് അനുഭവിക്കുവാനും നമുക്ക് നിരന്തരം കർത്താവിൽ വസിക്കാം. മുന്തിരിവള്ളിയിലെ ഒരു കൊമ്പെന്ന നിലയ്ക്ക് അവനിൽ വസിച്ചുകൊണ്ടിരിക്കുക എന്ന പദവി നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അവനിൽ വസിക്കാൻ പദവി ലഭിച്ചെങ്കിൽ ഫലം കായ്ക്കുവാനുള്ള ഉത്തരവാദിത്വവുമുണ്ട്, മറക്കരുത്. നമുക്ക് നിരന്തരം അവനിൽ വസിക്കുകയും ഫലം അല്ല വളരെ ഫലം അല്ല വളരെ അധികം ഫലം കായ്ക്കുകയും അതുവഴി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നാം അവൻ്റെ ശിഷ്യന്മാരെന്ന് തെളിയിക്കുകയും ചെയ്യാം. 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. ഇതെല്ലാം ആരംഭിക്കുന്നതും തുടരുന്നതും നാം അവനിൽ വസിക്കുക വഴിയാണ്. അതുകൊണ്ട് നിരന്തരം കർത്താവിൽ വസിക്കുവാൻ ആഗ്രഹിക്കുകയും അവനിൽ വസിക്കുവാനായിട്ട് നമ്മെ അവന് സമർപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ പിതാവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകും, അത് നമ്മെ ചെത്തി വെടിപ്പാക്കും, നാം ധാരാളം ഫലം കായ്ക്കുന്നവരായിട്ട് മാറും. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ അത്ഭുത പദ്ധതികൾക്കായിട്ട്, വഴികൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ മുന്തിരിവള്ളിയിൽ കൊമ്പുകളായിട്ട് ഞങ്ങളെ ചേർക്കുകയും ഞങ്ങളെ പരിചരിച്ച് ധാരാളം ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ചെത്തി വെടിപ്പാക്കുന്നതിനായിട്ട് ഒരു തോട്ടക്കാരനായ പിതാവായ ദൈവം ഉള്ളത് ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ചിലപ്പോഴൊക്കെ അത് വേദനാജനകമാണെന്ന് തോന്നിയാലും കർത്താവ് ഞങ്ങൾ സന്തോഷിക്കുന്നു. അധികം ഫലം കായ്ക്കേണ്ടതിന് നീ ഞങ്ങളെ ചെത്തി വെടിപ്പാക്കിക്കൊണ്ടിരിക്കുന്നുവല്ലോ. കർത്താവ് ധാരാളം ഫലം പുറപ്പെടുവിച്ച് സ്വഭാവത്തിൽ മാറ്റം വന്ന് ആത്മാക്കളെ നേടി ദൈവനാമത്തിന് മഹത്വം കൊണ്ടുവരുന്നതിനായിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നിന്റെ ശിഷ്യന്മാരും കർത്താവ് നിന്റെ സ്നേഹത്തെ വെളിപ്പെടുന്നവരുമായി തീരുവാൻ തക്കവണ്ണം നിരന്തരം നിന്നിൽ വസിക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. തിരുനാമത്തെ മഹത്വപ്പെടുത്തിയാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.